ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ വേണം സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അത് വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ വരും. സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു. അപ്പം എനിക്കിത് ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ആദ്യം ഇതിന് മോഡിഫൈയിൽ പോയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് വെർട്ടെക്സിലേക്ക് ഇടുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോർണർ ആക്കി കൊടുക്കുക. എന്നിട്ട് സ്പ്ലൈനിലോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ ട്രിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ജിയോമെട്രിയിൽ. അത് സെലക്ട് ചെയ്തിട്ട് ഇതിന് ഈ ഒരു ലൈനിൽ ട്രിം ചെയ്യാം. ഞാനിവിടെ ഇതിടുമ്പോൾ ഇതിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. ഇത് ഇതിനെ സെലക്ട് ഇതിനെ വെർട്ടെക്സിലേക്ക് ഇടുക. വെർട്ടെക്സിലേക്ക് ഇട്ടിട്ട് വെർട്ടെക്സിലേക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് വെർട്ടിസസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് നമ്മുടെ റൂഫിൻ്റെ സ്ലാബിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇതിൻ്റെ പുറത്തോട്ടേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ടേക്ക് എനിക്കൊരു ആ ഒരു സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ പോലത്തെ എന്തെങ്കിലും ഡിസൈൻ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂവിലിടാം. ഓക്കെ, ഫ്രണ്ട് വ്യൂവിലിട്ടിട്ട് നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ആ ഇതിൻ്റെ ഷേപ്പിൽ കൊടുക്കുക. നമ്മുടെ സൺഷെയ്ഡിൻ്റെ സൈസ് 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ അതിൽ കൊടുക്കുക. ഞാനിപ്പോൾ സ്ലാബിൻ്റെ സൈസ് കൊടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വെറുതെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് ലൈൻ എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ സ്നാപ്പ് ഓഫ് ആക്കുക. ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഷേപ്പ് വരയ്ക്കാം. ഇതിനെങ്ങനെ ഇവിടെ ക്ലോസ് ലൈൻ കൊടുത്തിട്ട് യെസ് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈസിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡിഫൈയിൽ പോയിട്ട് വെർട്ടെക്സിലിടുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. പിന്നെ എങ്ങനെയാണ് സൈസ് വേണ്ടത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കുക. ലൈൻ എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുക്കാം. ജോയിൻ ചെയ്തു, യെസ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പെർസ്പെക്റ്റീവിലിടാം. പെർസ്പെക്റ്റീവിലിട്ടിട്ട് നമ്മളിവിടെ ഈ ഒരു ഫ്രെയിമിന്, അതായത് നമ്മുടെ ആ ഒരു ഫ്രെയിമിന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മോഡിഫൈ ലിസ്റ്റിൽ ഡിവൽ പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. ഡിവൽ പ്രൊഫൈൽ. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ ഈ ഇംപ്രൂവ്ഡ് എന്നുള്ളത് ക്ലാസിക് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടു, നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുത്ത ഷേപ്പിൽ ആ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിപ്പോൾ പുറത്തോട്ടേക്കാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിലോട്ട്, ഞാനിപ്പോൾ ഫ്രണ്ട് നമ്മൾ കൊടുത്തതിന് പുറത്തോട്ടേക്കാണ് വന്നേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ടേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ, അതായത് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഡിസൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റീസെറ്റ് ചെയ്യാം.
ഡെപ്തിൽ പോയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിട്ട് എന്നിട്ട് ഫ്രണ്ട് എലിവേഷനിലിടാം. എന്നിട്ടൊരു ആദ്യം ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് നട്ടത് പോലെ ഒരു സൈസ് ഇടും. നമ്മുടെ സൈസിനൊരു 11 കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ ലൈൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഉള്ളിലോട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പുറത്തോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ പെർസ്പെക്റ്റീവിൽ പോയിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡിവൽ പ്രൊഫൈൽ കൊടുക്കുക, ഇതിന് ക്ലാസിക് കൊടുക്കുക, എന്നിട്ട് ഇതിന് സെലക്ട് ചെയ്യുക. പ്രൊഫൈൽ കൊടുത്തിട്ട് ഇതിന് സെലക്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു പ്രൊഫൈലിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ വരച്ചു. പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബിവൽ പ്രൊഫൈൽ കൊടുക്കാം. അതായത് നമ്മളിവിടെ ക്ലാസിക് അല്ലേ കൊടുത്തത്. ഇതിന് നെക്സ്റ്റ് ഓപ്ഷനാണ് ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിലിവിടെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ കുറച്ചുകൂടി കൂട്ടാം. ഇങ്ങനെ എക്സ്ട്രൂഡ് കൊടുക്കാം. പിന്നെ ഇവിടെ എക്സ്ട്രൂഡ് ഡിവൽ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിവിടെ 0.5 എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഉണ്ട് ചെറിയൊരു ഇത് കർവായിട്ട് വന്നേക്കുന്നത്, അതിൻ്റെ വാല്യൂ 0.5. ജസ്റ്റ് ഞാനിവിടെ കോൺവെക്സ് കൊടുത്ത് ഇവിടെ ലീനിയർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് പോലെ വന്നു. എന്നിട്ട് ഇവിടെ ഞാനിവിടെ ഈ വാല്യൂ ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് കണ്ടു ആ ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷേപ്പുകൾ ഇവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺകേവ് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ഷേപ്പുകൾ മാറ്റുമ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഷേപ്പ് വരും. പിന്നെ ഇവിടെ താഴെ നമുക്ക് ബിവൽ പ്രൊഫൈൽ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പാണുള്ളത്. കൊടുത്തു ഞാനിവിടെ നമുക്കിങ്ങനെ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ സ്മൂത്ത് എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ഷേപ്പ് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്ത് കൊടുത്തു. എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മളിവിടെ താഴെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ആ ഒരു ഷേപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഷേപ്പ് മാറും. പിന്നീട് ബിവൽ ക്യാപ്പ്, നോ ക്യാപ്പ് കൊടുക്കും, മുകളിൽ ക്യാപ്പില്ലാതെ വരും. അങ്ങനെയൊക്കെ ഓരോരോ എഡിറ്റിങ്സാണ്. ഇത് ഈ ബിവൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടൂൾ ഇങ്ങനെ ഓരോ എഡിറ്റിങ്സ് മറ്റും സൺഷെയ്ഡിന് അതുപോലെ തന്നെ ഇങ്ങനത്തേനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്കിനി പ്ലാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിലേക്ക് വോൾ വരയ്ക്കുന്നത് നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫയലിൽ ഇവിടെ ആദ്യം നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് നമ്മളിവിടെ കസ്റ്റമൈസിൽ പോയിട്ട് യൂണിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് ഉണ്ട്, ഡിസ്പ്ലേ യൂണിറ്റ് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ സിസ്റ്റം രണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്യുക. ഒരു യൂണിറ്റ് = സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്പ്ലേ യൂണിറ്റ് ഇതിവിടെ മെട്രിക് കൊടുക്കുക. ഇതും സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്യുക.
ഓക്കെ കൊടുക്കുക. യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മളിതിൽ എവിടെയാണോ നമ്മുടെ പ്ലാൻ ഉള്ളത്, അപ്പോൾ നമുക്കിതിൽ 3D വരയ്ക്കാൻ പറ്റും, പക്ഷെ അതിൽ ഓഫ്സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് നല്ലത് ഒരു AutoCAD ഫയൽ ഇതിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പോൾ റെവിറ്റ് പ്ലാൻ, ഞാൻ ഈ ഒരു പ്ലാൻ എടുത്തിട്ട് ഇതിന് ഇമ്പോർട്ട് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമ്മൾ ഇവിടെ ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് സെയിം യൂണിറ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പ് വ്യൂവിലിടാം. ടോപ്പിലിട്ടിട്ട് നമുക്ക് വോള് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മെത്തേഡ്സ് ഉണ്ട്. എഡിറ്റബിൾ പോളി, അതുപോലെ ലൈന് ഒക്കെ വെച്ചിട്ട് കുറേ മെത്തേഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മളിതിൽ ലൈൻ എടുക്കുക. ഓക്കെ, ലൈൻ എടുത്തിട്ട് ഇവിടെ സ്നാപ്പ് ഓൺ ആക്കുക. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെർട്ടെക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെർട്ടെക്സ് ടിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അവിടെ കണ്ടോ, ഇങ്ങനെ നമ്മുടെ ആ ലൈനിൻ്റെ പോയിന്റുകൾ ഇങ്ങനെ വെർട്ടെക്സ് നമുക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിൽ ടിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ക്ലോസ് യെസ് കൊടുക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മോഡിഫൈ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രൂഡ് ഉണ്ടാവും. എക്സ്ട്രൂഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എക്സ്ട്രൂഡിൻ്റെ വാല്യൂ നമ്മുടെ ഹൈറ്റ് എത്രയാണ്, 300, ആ ഒരു ഹൈറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പം പെർസ്പെക്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടത് നമ്മുടെ ആ ഒരു ബോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബാക്കിയായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഞാനിപ്പം ടോപ്പിലിട്ടിട്ട് ഇവിടെ ഇതിന് ലൈന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ക്രിയേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് എവിടെ നിന്നാണ് വേണ്ടത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലോസ് കൊടുക്കുക. എന്നിട്ട് പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക.
എടുത്ത് വരച്ചാൽ മതി. ഒരു സെൻറ്റർ ലൈൻ എടുത്ത് വരയ്ക്കുമ്പോൾ വീണ്ടും വരേണ്ടതാണ്. എന്നുണ്ടെങ്കിൽ ലൈൻ എടുത്തിട്ട് തന്നെ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യണ്ട. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഷേപ്പ് ചേഞ്ച് ആവും. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെർട്ടെക്സ് പോയിന്റോട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. വാല്യൂ 300 തന്നെ വെട്ടിത്തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇതിന് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു മോഡൽ മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു 300 ഹൈറ്റിലാണ് നമ്മുടെ ആ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വിൻഡോസൊക്കെ 210 ഹൈറ്റിൽ ലിൻഡൽ ഹൈറ്റിലേ വരുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എനിക്കൊരു ഡോറിൻ്റെ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ എന്നിട്ട് അതിനെ എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് വാല്യൂ നമ്മൾ നെഗറ്റീവ് ഇപ്പം എക്സ്ട്രൂഡൊക്കെ കൊടുത്തിട്ടുണ്ടാവുക 300 ആണ് വരിക. ഇവിടെ നമ്മൾ വാല്യൂ നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം, എന്നാലാണ് താഴത്തോട്ട് വരിക. അപ്പം നെഗറ്റീവ് ഒരു 90 കൊടുക്കാം. കൊടുക്കാം. നമുക്ക് അങ്ങനെ ആ ഒരു ഇത് വരും. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ബോക്സ് എടുത്തിട്ട് അതിൽ വരും ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. ഇതിന് സെലക്ട് ചെയ്തിട്ട് കളറ് മാറ്റി ഇതിലൊരു ചെയ്തോട്ട് വേറെ 2-3 മെത്തേഡും കൂടി ഉണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു.